അങ്ങനെ സൂപ്പർ കപ്പിൻ്റെ കേസിലും ഒരു തീരുമാനമായി. 10-12 കൊല്ലമായിട്ട് കപ്പടിക്കാതിരുന്ന ഈസ്റ്റ് ബംഗാളും കപ്പടിച്ച്. നമ്മളെ സംബന്ധിച്ചും കപ്പടിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു, വളരെ ഈസി ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു. പക്ഷേ നമ്മളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കളിയോടെ പോയി കളിക്കുക, എന്നിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ പാരായി എന്നുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് സൂപ്പർ കപ്പിലൊരു പെർഫോമൻസ് വെച്ച് കറൻ്റ് നമ്മൾ എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് കളി നമ്മൾ നല്ല രീതിയിൽ കളിച്ചു. സെക്കൻഡ് കളി ജംഷഡ്പൂരിനെതിരെയായിരുന്നു. നമ്മളെ സംബന്ധിച്ചൊരു ഡിസൈഡറായിരുന്നു അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഒരു കളി നമ്മളീ പറഞ്ഞ പോലെ നേരത്തെ ഒരു മെൻറ്റാലിറ്റിയിലാണ് കളിച്ചത്, ഫ്രണ്ട്ലി മെൻറ്റാലിറ്റിയിൽ കളിച്ചത്. അതുകൊണ്ട് മാത്രം തോറ്റുന്നേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. പക്ഷേ ജംഷഡ്പൂരിനെ സംബന്ധിച്ച് അവർ നല്ല ഫുൾ എഫർട്ട് എടുത്ത് കളിച്ചു. അപ്പോൾ ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മളെക്കാളും വളരെ മികച്ച രീതിയിൽ അവർ കളിക്കുകയും ചെയ്തു. നമ്മൾ സിമ്പിളായിട്ട് പാസിങ്, ഗെയിം പ്ലേ, ചാൻസ് ക്രിയേഷൻ, ഫിനിഷിങ് എല്ലാത്തിലും നമ്മളെക്കാളും നല്ല രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ജംഷഡ്പൂരിന് പറ്റി. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവരെക്കാൾ പറയുകയായിരുന്നു. അവർ ഫസ്റ്റ് ഗോൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം നമുക്ക് നമ്മളെന്തൊക്കെ ലാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ജംഷഡ്പൂർ എങ്ങനെയാണ് ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഗോൾ വരുന്നവരുടെ ഉവൈസിൻ്റെ ഒരു ക്രോസിൽ നിന്നാണ്. വളരെ മികച്ചൊരു ക്രോസ് ആയിരുന്നു. അതിനേക്കാളും മികച്ചൊരു ഫിനിഷ് ചിമാച്ചോക്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഗോളുകളൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്തൊക്കെ എലമെൻറ്റ്സ് നമ്മുടെ കളിയിൽ മിസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഫുൾ ബാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ക്രോസ് നല്ലൊരു ക്രോസ് ആയിരുന്നു. സച്ചിൻ വിചാരിച്ച് കയറി ഒന്ന് പിടിക്കാമെന്നാണ് ഇനീഷ്യൽ മൂവ്മെൻറ്റ്സ് മേക്ക് ചെയ്യുന്നു. ലെസ്കോച്ച് സച്ചിൻ കയറി വരുന്നതും കാണുന്നു. അതുകൊണ്ട് പുള്ളി അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അറ്റ് സർട്ടൻ പോയിന്റ് സച്ചിന് മനസ്സിലാവുന്നത് ബോൾ പിടിക്കാൻ പറ്റില്ല, ലെസ്കോച്ചിനും പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചിമാച്ചോക്കിന് വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി എലോൺ സ്ട്രൈക്കറാണ്. പുള്ളി കറക്റ്റായിട്ട് ചാടി വീണ് ഗോളാക്കണം. നല്ലൊരു ഗോൾ. അത് ആ ക്രോസിൻ്റെ ഒരു ഗുണം കൊണ്ടാണ്. നമ്മുടെ ഫുൾ ബാക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ക്രോസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പെരുതാവരാണ്. ഫസ്റ്റ് മാച്ച് ഷില്ലോങ്ങിനെതിരെ ഒരു ഗോൾ നമ്മൾ ക്രോസിൽ നിന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ അത് റീപ്ലേ കാണുമ്പോൾ അറിയാം ഒരു വലിയൊരു ഡിഫ്ലക്ഷൻ കൊണ്ടാണ് ആ ഗോൾ വരുന്നത്. നമ്മുടെ സ്ട്രൈക്കേഴ്സ് ഡിമി ആയാലും പെപ്പർ ആയാലും ഏരിയയിൽ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. പക്ഷേ അവരെ വേണ്ട രീതിയിൽ നമ്മൾ ഏരിയയിലായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടായിട്ട് പോലും ക്രോസ് ഫുൾ ബാക്സിൽ നിന്ന് വിങ്ങേഴ്സിൽ നിന്നൊന്നും വരുന്നില്ല. നമ്മൾ വളരെ പൂറാണ് ഈ ക്രോസിൻ്റെ കാര്യത്തിൽ. നമ്മുടെ പ്ലെയേഴ്സ് പുഷനുണ്ട്, പക്ഷേ ക്രോസൊക്കെ വളരെ പൂറാണ്. ഈ കേസിൽ വീണ്ടും നോക്കിയാൽ പ്രഭുദാസിൻ്റെ കേസിൽ ഉവൈസിൻ്റെ നമ്മൾ ക്രോസ് നോക്കി എത്രമാത്രം ടൈറ്റ് സ്പേസിലാണ് പുള്ളി ക്രോസ് ചെയ്ത്. പ്രഭുദാസിനൂടെ യാതൊരു പ്രഷറില്ല, എന്നിട്ടും വളരെ പൂറായിട്ടുള്ള ഡെലിവറിയാണ് പുള്ളി കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രോസിൻ്റെ ഒരു അവസ്ഥ. പിന്നെ നല്ല ക്രോസുകൾ വന്നത് സന്ദീപ് റൈറ്റ് ബാക്കായിട്ട് വന്നപ്പോഴാണ്. പക്ഷേ അപ്പോഴും നമുക്ക് അതൊന്നും ചാൻസ് മുതലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുതന്നെ നമ്മുടെ കൺസിഡറിങ് ആയിട്ടുള്ള അടുത്തൊരു ഫാക്ടർ ഫിനിഷിങ് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പ്രത്യേകിച്ചും പെപ്പറൊക്കെ കുറേ 1-on-1 ചാൻസൊക്കെ കിട്ടിയായിരുന്നു. പക്ഷെ അതൊന്നും പുള്ളിക്ക് മുതലാക്കാനായിട്ട് പറ്റില്ല. മറ്റ് ടീമുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഡീഷ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ, ക്ലീറ്റൻ സിൽവയും ഡിയോഗോ മൊറിഷയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ചാൻസുകളൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ പുള്ളിക്ക് ഇഷ്ടംപോലെ സ്പേസൊക്കെ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ടച്ചൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള സ്പേസും ടൈമും പുള്ളിക്ക് ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. വീണ്ടും ഒരു ചാൻസ് കിട്ടിയായിരുന്നു ബോക്സിൻ്റെ ഉള്ളിൽ. അത്രയധികം സ്പേസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആ ഇനീഷ്യൽ ബ്ലോക്കൊക്കെ ഒന്ന് ഒരു ഫേക്ക് അടിച്ചിട്ട് പുള്ളിക്ക് ഷൂട്ട് ചെയ്യാനുള്ള ചാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസിൽ നമ്മളിപ്പോഴും ലാക്കിങ് തന്നെയാണ്. ഫിനിഷിങ് നമ്മളെ സംബന്ധിച്ച് വറിയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തായിട്ട് നമ്മുടെ കളി മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മിഡ്ഫീൽഡിൻ്റെ ഒരു ക്വാളിറ്റി കുറവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സിമ്പിളായിട്ട് നമ്മൾ പൊസിഷൻ ഒപ്പോണൻ്റ് ടീമിന് കൊടുക്കുകയായിരുന്നു. അവർ അവിടെ നിന്ന് കൗണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിയായിരുന്നു. അത് വളരെയധികം ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പൊസിഷൻ കീപ്പ് ചെയ്ത് പാസ്സൊക്കെ ചെയ്ത് കളിക്കാനായിട്ട് നോക്കി. പക്ഷേ ജംഷഡ്പൂർ വളരെ ടൈറ്റായിട്ടാണ് മിഡിലൊക്കെ കളിച്ചത്. നമുക്ക് അധികം ബോൾ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചീപ്പായിട്ട് പൊസിഷൻ ലൂസ് ചെയ്യുക, പിന്നെ അവിടെ നിന്ന് അവരുടെ അറ്റാക്ക് തുടങ്ങാൻ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ നമ്മൾ കുറച്ച് ബോധം വെച്ച് നമ്മൾ ഷോർട്ട് പാസ് ഗെയിം കുറച്ചിട്ട് കുറച്ച് ലോങ് ബോൾ കളിക്കാൻ തുടങ്ങി. നമ്മൾ സെൻറ്റർ ബാക്സ് ആയാലും കയറി വന്ന് ബോളൊക്കെ കൊടുക്കുന്ന രീതിയിൽ കളിക്കാൻ തുടങ്ങി. അത് നടക്കുള്ളൂ, കാരണം മിഡിൽ അവർ ഭയങ്കര ഫോക്കസ് ആയിരുന്നു. അവർക്ക് ബോൾ റിക്കവർ ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ ലോങ് ബോൾ കളിക്കണം. അത് ഒരുവിധം എല്ലാ ഓപ്പോസിഷൻ ടീമുകളും സെൻറ്റർ ബാക്സിനൊക്കെ കയറ്റി കളിക്കുന്ന ടീമുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ബോൾ കളിച്ച് ആ ഗ്യാപ്പ് പിറകിലുള്ളത് മുതലെടുക്കാനായിട്ട് പറ്റുള്ളൂ. പ്രത്യേകിച്ച് പെപ്പറയും ഡിഡിയും പോലെ റണ്ണ് മേക്ക് ചെയ്യുന്ന സ്ട്രൈക്കേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ മിക്സ് ആയിട്ട് കളിക്കണം. എപ്പോഴും ഷോർട്ട് പാസ് തന്നെ കളിക്കരുത്. അത് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കളിക്കാനായിട്ട് നമുക്ക് പറ്റി. പക്ഷേ നമുക്കിത് പറഞ്ഞ പോലെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. അടുത്തത് ജേഴ്സിയുടെ ബിൽഡപ്പിനെ കുറിച്ചാണ്. സാധാരണ നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ഒപ്പോണൻറ്റിനെ സെൻറ്റർ ബാക്കിനൊക്കെ പ്രസ് ചെയ്തിട്ട് അവരെ ഹാഫിൽ ബോൾ വിൻ ചെയ്യുക എന്നുള്ളത്. ജേഴ്സിയുടെ കേസിൽ അത് കുറച്ച് ടൈറ്റായിരുന്നു. കാരണം അവരെ ഫുൾ ബാക്സൊക്കെ ബിൽഡപ്പിൻ്റെ ടൈമിൽ തന്നെ കയറിപ്പോവും. അവരുടെ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരാളായിട്ടുള്ള മൻസോറോ ഇറങ്ങി വന്നിട്ട് പുള്ളിയാണ് അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അത്രയും നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബിൽഡപ്പാണ് അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുന്ന പ്രശ്നമില്ല. പുള്ളി വേണം തന്നെ സ്വന്തമായിട്ട് ബോൾ ക്യാരി ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് പുള്ളിനെ ഫൗൾ ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നു പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഇനീഷ്യൽ പ്രശ്നം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മിഡ്ഫീൽഡർ തന്നെ
അവിടെ നിന്ന് ബിൽഡപ്പ് ചെയ്യായിരുന്നു. കുറച്ച് ട്രിക്കി ആയിരുന്നു. പ്രത്യേകിച്ചും പുള്ളി ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു ഓവർലോഡ് നമുക്ക് ജെഫ്സിയുടെ ബിൽഡപ്പിൻ്റെ ടൈമിൽ കാണായിരുന്നു. കുറേ പ്ലെയേഴ്സ് ലെഫ്റ്റ് സൈഡിൽ വരും. ഇഷ്ടംപോലെ പാസിങ് ഓപ്ഷൻ, ആ മിഡിനെ ബ്രേക്ക് ചെയ്യുന്നൊരു പാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാസിങ് ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കളിക്കുന്ന പ്ലെയേഴ്സിനുണ്ടാവും. പ്രത്യേകിച്ച് ഫുൾ ബാക്കും കൂടി മൻസൂറയ്ക്ക് ബോൾ കിട്ടുമ്പോൾ തന്നെ ഫുൾ ബാക്ക് ഒരുവിധം കയറിപ്പോവും. പിന്നെ കിട്ടുന്ന പ്ലെയർക്ക് 2-3 പ്ലെയറുടെ പാസിങ് ഓപ്ഷൻ ഉണ്ട്. നൈസായിട്ട് യുഎസിൻ്റെ ക്രോസിങ് എബിലിറ്റിയൊക്കെ യൂസ് ചെയ്തിട്ട് JFC കളിച്ചു. ഈ സെയിം ഒരു പാറ്റേണിൽ തന്നെയാണ് അവരുടെ ഫസ്റ്റ് ഗോളും വരുന്നത്. നൈസായിട്ട് പറയുന്ന മൻസൂർ തന്നെയാണ് ആ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്തിട്ട് ആ ചാൻസും ക്രിയേറ്റ് ചെയ്യുന്നത്. മൻസൂർക്കറിയാം കറക്റ്റായിട്ട് എവിടെ പ്ലെയേഴ്സ് ഉണ്ട്, എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളത്. പുള്ളിനെ നമ്മളൊരു വിധം കളിക്കാൻ അനുവദിക്കുകയും ചെയ്തു. പുള്ളി ഭയങ്കര ഡീപ്പായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളിയാണ് ശരിക്കും ആ മാച്ചിൻ്റെ ഒരു ടെമ്പോയും കാര്യങ്ങളും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ള പ്ലേയേഴ്സിൻ്റെ ഓവർലോഡും കൂടി ആയപ്പോൾ അവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ക്രോസ് ചെയ്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ശരിക്കും ലൂണിനൊക്കെ വേണമെങ്കിൽ നമുക്ക് മിസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും JFC അടുത്ത റൗണ്ടിലേക്ക് പോയി. നമ്മുടെ പരിപാടി അതോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.